ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെയുണ്ടായ ലാത്തിചാർജിൽ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MP പ്രവീണിനെയും തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രിയിലേക്ക് മാറ്റും. തലയിലെ മുറിവിൽ നിന്ന് അടിക്കടി രക്തസ്രാവം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ലാത്തിയടിയേറ്റ 30-ലധികം പാടുകളാണ് പ്രവീണിന്റെ ശരീരത്തിലുള്ളത്. തലയ്ക്ക് പരിക്കേറ്റ ജില്ലാ ജനറൽ സെക്രട്ടറി മേഘ രഞ്ജിത്തിനെയും അല്പം മുൻപ് ബിലീവേഴ്സ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, ഇതൊക്കെ നൽകുന്ന സൂചന എന്താണ്? പോലീസിൻ്റേത് രമേശ് ചെന്നിത്തലയൊക്കെ പറയുന്നത് പോലെ നരനായാട്ടായിരുന്നു എന്ന് തന്നെയാണോ? ആശുപത്രി വൃത്തങ്ങൾ എന്താണ് പറയുന്നത്? വേണുഗോപാലകൃഷ്ണൻ, സാധാരണഗതിയിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ തന്നെ ഇത്തരം സംഭവങ്ങളെ പോലീസിൻ്റെ നരനായാട്ടെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ ഇത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ആ ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് നേരിട്ട പോലീസിൻ്റെ ലാത്തിചാർജ് നടപടി കണ്ടതാണ്. വളരെ ക്രൂരമായ, അതായത് ഒരു നിലവിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ള, തിരുവല്ലയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ള MP പ്രവീണിനെ തല്ലിയത് ഒരു 10-16 പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് നിന്നാണ്. അത് ക്യാമ്പിൽ നിന്ന് വന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. DYSP ജയരാജ്, സൗത്ത് സി അരുൺ അടക്കമുള്ള പോലീസ് സംഘം അവിടെ ഉണ്ടായിരുന്നു. ഒരു 16 പേർ ചേർന്നാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് 16 പേർ ചേർന്നാണ് ഒരാളെ അടിക്കുന്നത്. അയാൾ നിലത്ത് വീണ് കിടന്നിട്ടും വീണ്ടും അടിക്കുന്ന സമീപനം വളഞ്ഞിട്ട് ക്രൂരമായി തല്ലുകയുണ്ടായി. നിലവിൽ പ്രവീൺ കുമാറിൻ്റെ തലയ്ക്ക് 7 തുന്നിക്കെട്ടലുകളുണ്ട്. ശരീരത്തിൽ നമുക്ക് അയാളുടെ മുതുകിലേക്ക് തന്നെ പുറം ഭാഗത്തെ ഫോട്ടോകൾ ലഭിച്ചിട്ടുണ്ട്. കാലിൽ, മുതുകിൽ, കഴുത്തിലൊക്കെ തന്നെ ഒരുപാട് 30-ലധികം പാടുകളാണ് ഈ ലാത്തി കൊണ്ട് അടിയേറ്റതിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. 7 തുന്നിക്കെട്ടുകളുണ്ട്. തലയിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് കൊണ്ട്, അടിക്കടി ഉണ്ടാകുന്ന രക്തസ്രാവത്തിനെ തുടർന്നാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തല ഇന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തി 16ഓളം ആളുകളെ, ആശുപത്രിയിലുള്ള 16ഓളം ആളുകളെ സന്ദർശിച്ചിരുന്നു. അങ്ങനെ MP പ്രവീൺ കുമാറിനെ കൂടെ മാറ്റാനുള്ള നിർദ്ദേശം നൽകി. ഡോക്ടർമാർ കൂടി അത് സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി തിരുവല്ലയിലെ ആശുപത്രിയിലേക്ക് പ്രവീണിനെ മാറ്റുകയാണ്. ഒപ്പം തന്നെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായിട്ടുള്ള നേരത്തെ മുത്താരയെ മാറ്റാനുള്ള നീക്കത്തിലാണ്. ഒപ്പം തന്നെ മേഘ രഞ്ജിത്തിനും നിലവിൽ തലയ്ക്ക് പരിക്കുണ്ട്, പക്ഷേ പൊട്ടലില്ല. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഛർദിയെ തുടർന്ന് എന്ത് തരം പ്രശ്നമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്കാനിംഗ് ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകൾ വന്ന ശേഷമായിരിക്കും ചികിത്സയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുക. അത്തരത്തിൽ 16 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് ഈ വിഷയത്തിൽ 100ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 7 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അവരുടെ FIR റിപ്പോർട്ടിൽ പറയുന്നത്. അത് PDPP ആക്ട് അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളുണ്ട്. പക്ഷേ ഈ 7 പേരിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുള്ള 7 പേരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് MP പ്രവീണും മേഘ രഞ്ജിത്ത് അടക്കമുള്ള ആളുകളുണ്ട്. സമരത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ഭാരവാഹിയായിട്ടുള്ള സജിൽ അടക്കമുള്ള ആളുകളെ പോലീസ് പ്രതിപ്പട്ടികയിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ള വലിയ ആക്ഷേപമുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാന വിഷയം അരിത ബാബു, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബുവിൻ്റെ വസ്ത്രം വലിച്ചു കീറി നാഭിക്ക് ചവിട്ടി. ഇതൊക്കെ ചെയ്തത്, ഈ മേഘ രഞ്ജിത്തിനെയൊക്കെ തന്നെ അടിച്ചത് വനിതാ പോലീസുകാരല്ല, അത് പുരുഷ പോലീസുകാരാണെന്നുള്ള ആരോപണം. ആ ആരോപണത്തിന് കൂടുതൽ ശക്തമാക്കുന്ന ദൃശ്യങ്ങൾ കൂടിയുണ്ട്. കാരണം അവിടെ ഉണ്ടായിരുന്നത് 4-5 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു. പക്ഷേ ഒരു 50-60 വനിതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അവരെ നേരിടാൻ ഇത്ര കുറഞ്ഞ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വലിയ ആരോപണം ഉണ്ടായിരുന്നു. ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അറസ്റ്റ് നടപടികളിൽ പ്രതിഷേധിച്ച് കൂടുതൽ സമരം ശക്തമാക്കാൻ KSU യൂത്ത് കോൺഗ്രസും ഒക്കെ തന്നെ തീരുമാനിക്കുമ്പോൾ, മറുവശത്ത് സർക്കാരും പോലീസും ഇത്തരം സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും അടിച്ചമർത്തുന്ന നിലപാടിലേക്കാണ് നീങ്ങുന്നത്. എന്നാൽ ഈ പരിക്കേറ്റ പല ആളുകളെയും വിദഗ്ധ ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രികളിൽ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് വരുന്ന മണിക്കൂറിലടക്കം ഇവരുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. വേണുഗോപാലകൃഷ്ണൻ. മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.